ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ ഹാപ്പിയായി സേഫായിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചായിരുന്നു സേഫാണോ എന്ന്. അതെ, ഞാനിവിടെ സേഫാണ്. പക്ഷേ ചില സമയത്തൊക്കെ ഭയങ്കര പേടി പിടിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു വർഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു ശീലമായിപ്പോയി. അപ്പം സേഫായിരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന കേക്കാണ്. പഴം എനിക്കത് എന്ന് പറയുന്ന ആ സംഭവം എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല കേട്ടോ. ഞാൻ കന്നഡം ബേസിക്കലി നമ്മൾ പഠിച്ചത് കന്നഡ ആയതുകൊണ്ടും ജനിച്ചു വളർന്ന നെയ്ബേഴ്സ് എല്ലാം നമ്മൾ കന്നഡ ആയതുകൊണ്ട് എനിക്ക് എന്ന് പറയുന്ന ചില ലെറ്റേഴ്സൊക്കെ മലയാളത്തിൽ പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന കേക്കാണ്. അപ്പോൾ നമുക്കിവിടെ സമ്മറിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ബനാന ചീത്തയായി പോകും. കൊണ്ടുവന്ന ദിവസം നല്ല കളർഫുള്ളായിരിക്കും, യെല്ലോ ആയിട്ട് നല്ലതായിരിക്കും. പക്ഷേ പിറ്റേ ദിവസം തന്നെ അത് ചീത്തയായി പോകും. പുറത്തുനിന്ന് കാണുമ്പോൾ ചീത്തയാണ്, പക്ഷേ ഉള്ളിൽ നല്ലൊരു സോഫ്റ്റായിട്ടുള്ളൊരു ബനാനയാണ്. നാട്ടിലാണെങ്കിലോ ഒരു കൊല ഇങ്ങനെ കിട്ടിയാൽ ഒറ്റയടിക്ക് ഒരു കൊല ഫുള്ളിങ്ങനെ പഴുത്ത് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പം നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ പഴംപൊരിയോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യും. പിന്നെ ഇല്ലെങ്കിൽ നെയ്ബേഴ്സിന് എല്ലാവർക്കും കൊടുക്കും. ഒരു വീട്ടിൽ ഒരു കൊല പഴുത്താൽ നെയ്ബേഴ്സിനെല്ലാം ബനാന നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുറേയൊക്കെ കടികളൊക്കെ നമുക്ക് ബനാന കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിവിടെ ബനാന കേക്കാണ്. എങ്ങനെ ബനാന കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഇതിൽ മുട്ടയോ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ മുട്ടയൊന്നുമില്ലാണ്ട് തൈര് കൊണ്ട് നമുക്ക് ബനാന കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. വൈകുന്നേരം ചായക്കടിക്ക്, പിന്നെ പിള്ളേരെ സ്നാക്ക് ബോക്സിൽ നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും നല്ലൊരു സ്നാക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ എപ്പോഴായിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫേസ് കാണിച്ചിട്ട് ഞാനൊരു ഇൻട്രോ എടുക്കുന്നത് തന്നെ. എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പം ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ ഒരു ലെവലിലോട്ട് എത്തിക്കുന്നത്. അപ്പം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റായിട്ടുള്ള ഒരു ബനാന കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ ബനാന എന്തായാലും വേണം. ബനാന എടുത്തിട്ടുണ്ട്, 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് യോഗേർട്ട്, 1 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ഏത് ഷുഗർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ സിനമൺ പൗഡർ, കുറച്ച് വെനില എസൻസ്, ഉപ്പ്, വാൾനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ഗ്ലാസ് ഓയിൽ, വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ഈ ബനാന ഇങ്ങനെ ഒരു ബൗളിലോട്ടിടാം. ഞാനിവിടെ 3 ബനാന എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തൈരാണ്. 1 കപ്പ് തൈരാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ 1/2 ഗ്ലാസ് വെജിറ്റബിൾ ഓയിൽ, അതും കൂടി ഞാൻ ഈ മിക്സറിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വാനില എസൻസ് ആണ്. ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ, എൻ്റെ അടുത്ത് വൈറ്റ് ഷുഗർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഷുഗർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഇങ്ങനെ ഷുഗറും എല്ലാം ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ച മൈദയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ഒരു സ്ട്രെയിനർ എടുത്തിട്ട് ഇതുപോലെ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡർ കൂടി യൂസ് ചെയ്തു. പിന്നെ സിനമൺ പൗഡർ നല്ലൊരു മണം കൊടുക്കും കേക്കിന്. അപ്പോൾ അതെല്ലാം ഒരു അരപ്പയിലോട്ടിട്ടിട്ട് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വാൾനട്ട് എടുത്തിട്ടുണ്ടല്ലോ, ആ വാൾനട്ട് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ആ ഉപ്പ്
നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. നല്ലോണം ആയിക്കൂടാ, കുറച്ച് മതി. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഞാൻ. അതിൻ്റെ ശേഷം ഒരു പാൻ എടുത്തിട്ട് ആ പാനിലോട്ട്, ഞാനിവിടെ ഡിസ്പോസിബിളാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ ബ്രഷ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ഈ മിക്സ് ചെയ്ത എല്ലാം കേക്കിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് വയ്ക്കാം. നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള ബബിൾസ് എല്ലാം ഒന്ന് പോയി സെറ്റാവുന്നത് പോലെ ഒന്ന് ഇത് ടാപ്പ് ചെയ്യാം. അതിൻ്റെ ശേഷം ഞാൻ ഓവനിൽ വെച്ചു. 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റാണ് ഞാൻ കേക്ക് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഓവനില്ലാണ്ട് കേക്ക് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഓവനിലാണ് വെച്ചിട്ടുള്ളത്, അതാണ് എനിക്ക് എളുപ്പം. അപ്പോൾ ഇതുപോലെ ഒരു നല്ല സൂപ്പറായിട്ടുള്ള, കാണുമ്പോൾ എന്തോ പോലെ ഉണ്ടല്ലേ, പക്ഷേ ഇല്ല, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു. നല്ല സോഫ്റ്റ് ടെക്സ്ചറായിരുന്നു. അപ്പോൾ നമ്മൾ ബനാന കേക്ക് ഇവിടെ റെഡിയാണ്. നല്ലൊരു മണം, എന്തെന്ന് പറയുക, ഉണ്ണിയപ്പത്തിൻ്റെ മണം പോലെയാണ് എനിക്ക് തോന്നിയത്. ഉണ്ണിയപ്പത്തിന് ഇടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലിടുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ മണമായിരുന്നു. അപ്പം ബനാന കേക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വൈകുന്നേരം ചായക്ക് കടിയായിട്ട്, പിള്ളേർക്ക് സ്നാക്ക് ബോക്സിൽ സ്നാക്കായിട്ടും എല്ലാം നിങ്ങൾക്ക് കൊടുത്തു വിടാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ഗൈസ്. ബൈ ബൈ.